പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വാർത്ത 24 എന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാരൻ്റെ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിരവധിയായ തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്ന് വാർത്ത 24 ചില അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ നമ്മുടെ സർക്കാരുകൾ സമഗ്ര ഡ്രോമോ കെയർ പദ്ധതിയുടെ ഭാഗമായി 108 ആംബുലൻസുകൾ സൗജന്യമായ നിരക്കിൽ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ആവശ്യമായ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി. പക്ഷേ ഈ പദ്ധതി കൊണ്ട് ആളുകൾക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പല രോഗികളും എന്നോട് സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്ത അല്ലെങ്കിൽ അധികാരപ്പെട്ട ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത്. 108 ആംബുലൻസിൻ്റെ സേവനം അവിടെ പൂർണ്ണമായും ലഭ്യമാണ്. പക്ഷേ ഈ 108 ആംബുലൻസിൻ്റെ സേവനം ഈ മെഡിക്കൽ കോളേജിന് 10-20 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ അവർ പോകൂ എന്ന പിടിവാശിയാണ് പലപ്പോഴും ഈ 108മായി സമീപിക്കുമ്പോൾ അവർ രോഗികളോടും അല്ലെങ്കിൽ രോഗികൾക്കൊപ്പം നിൽക്കുന്ന ആളുകളോടും പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ഒരു കൊല്ലം സ്വദേശിയായ ഒരു രോഗിക്ക് അവർക്ക് കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്ത് ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു സമയത്താണ് അവർ മത്സ്യത്തൊഴിലാളികളാണ്, ദൈനംദിനം പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം അവർ നിരവധിയായ തവണ ഹോസ്പിറ്റലിലെ ആളുകളുമായി ബന്ധപ്പെട്ടു, 108 ആംബുലൻസിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ കൊല്ലം പോലുള്ള ലോങ് ഓട്ടങ്ങൾ പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. അവർ തൊട്ടടുത്തുള്ള ചുറ്റുവട്ടമുള്ള 10-15 കിലോമീറ്ററുള്ള ഓട്ടം മാത്രമേ അവർ ഓടുവാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ പിന്നെ സ്വകാര്യ വ്യക്തികളുടെ ആംബുലൻസിനെ ആശ്രയിക്കേണ്ട ഒരു ഗതികളിലേക്കുണ്ട്. ആ ഗതികളിലേക്ക് വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അവിടുന്ന് 10,000-3,000 2,500 രൂപ ആംബുലൻസിൻ്റെ ചെലവ് വഹിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന ഈ സമൂഹത്തിലെ ആളുകൾ ജനപ്രതിനിധികളോടും അതുപോലെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് മുന്നിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് ഒരു പ്രത്യേകമായ അപേക്ഷയുണ്ട്. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് നീതിപൂർവമായ ഒരു സമീപനം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവണം. 108 ആംബുലൻസുകളുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ പറയുന്നത് ലോങ് റൂട്ടിൽ ഓട്ടം പോയി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ രീതിയിലുള്ള പൈസ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം അവർ പറയുകയുണ്ടായി. അതിൻ്റെ ഒരു കാലതാമസമാണ് അവരെ ലോങ് ഓട്ടങ്ങളിലേക്ക് പ്രേരിപ്പിക്കാത്തത്. അടുത്തുള്ള ഓട്ടങ്ങൾ പോയി കഴിയുമ്പോൾ രോഗിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ അവർക്ക് 10-200 കൊടുക്കും. അങ്ങനെ ഒരു ദിവസം 5-6 ഓട്ടം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഒരു നല്ല തുക കിട്ടുന്നതുകൊണ്ടാണ് ലോങ് റൂട്ടുകൾ അവർ ഓടുവാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ആ താല്പര്യത്തിനുപരിയായി ഒരു പൊതുനന്മയ്ക്ക് വേണ്ടി സർക്കാരുകൾ നടപ്പിലാക്കിയ പദ്ധതികളെ ആരൊക്കെയോ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും ആരോഗ്യ വകുപ്പിനും അതിനുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും ഉണ്ട് എന്നുള്ള യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു ഭീമകരമായ ഒരു തട്ടിപ്പാണ് ഈ മെഡിക്കൽ സ്റ്റോറുകളുമായി ബന്ധപ്പെട്ടുള്ളത്. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഫാർമസിയിൽ കിട്ടാത്തതോ അല്ലെങ്കിൽ HLലിൻ്റെ ഫാർമസിയിൽ കിട്ടാത്തതുമായ മരുന്നുകൾ, കുറിപ്പടികൾ വെളിയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ഒരു മരുന്നിൻ്റെ പുറത്ത് 40-50% ലാഭം കൊയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ്. 10 ടാബ്ലറ്റുള്ള ഒരു സ്ട്രിപ്പിന് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചപ്പോൾ 750 മുതൽ 950 രൂപ വില വരുമ്പോൾ അതേ കുറിപ്പടിയുമായി മറ്റൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് ഒരാൾ കടന്നു ചെല്ലുമ്പോൾ അത് 225 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ കൊടുക്കുന്ന തരത്തിലേക്ക് ഈ മെഡിക്കൽ മേഖലയിലെ കൊള്ള നടക്കുകയാണ്. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സ്റ്റോറുകളെ നിയന്ത്രിക്കുന്ന ഡ്രഗ് കൺട്രോൾ ബോർഡ് കൃത്യമായ രീതിയിൽ പരിശോധന നടത്താത്തതിൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ സ്റ്റോറുകൾ ഈ രോഗികളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ഭീമകരമായ തുക മേടിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് എൻ്റെ നാട്ടുകാരനായ ഒരു കുട്ടി ബൈക്ക് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ന്യൂറോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മെഡിക്കൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട് മരുന്നുകൾ വാങ്ങാൻ പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം ഇതിനെക്കാട്ടി വലുതാണ്. അദ്ദേഹം ആദ്യമായി മെഡിക്കൽ സ്റ്റോറിലേക്ക് കടന്നു ചെന്നപ്പോൾ 6,100 രൂപ വേണമെന്ന് പറഞ്ഞു. 10 ഐറ്റം ആയിരുന്നു 6,100 രൂപ വേണമെന്ന് പറഞ്ഞു. അത് 5,100 രൂപയ്ക്ക് തരാമെന്ന് അദ്ദേഹം പിന്നീട് സംഭവിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ HLമായി ബന്ധപ്പെട്ടൊന്ന് മേടിക്കാം. അപ്പം
അദ്ദേഹം ഈ കുറിപ്പടിയുമായി നേരെ HL ചെല്ലുമ്പോൾ അവിടെ 7 ഐറ്റം മരുന്ന് മാത്രമേ ഉള്ളൂ. ആ 7 ഐറ്റം മരുന്ന് 2700 രൂപയാണ്. അതേ കുറിപ്പടിയുമായി അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയി ബാക്കി 3 ഐറ്റം മേടിച്ചപ്പോൾ 1400 രൂപ. അപ്പം 2700 4100 രൂപ മാത്രമാണ് ആ മരുന്നിന് ഉണ്ടായത്. അപ്പോൾ ആദ്യം 6100 പറഞ്ഞു, പിന്നീട് 5100 ആയി. അദ്ദേഹം രണ്ടിടത്തായിട്ട് അത് മരുന്ന് വാങ്ങിയപ്പോൾ അത് 4100 എത്തിപ്പെടുകയാണ്. അപ്പോൾ കൃത്യമായി കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകളെ നിയന്ത്രിക്കുവാൻ ഡ്രഗ് കൺട്രോൾ ബോർഡ് തയ്യാറായില്ലെങ്കിൽ, ഇത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളാണ്. കൃത്യമായി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരം തീവെട്ടിക്കൊള്ളയ്ക്ക് അറുതി വരുത്തുള്ളൂ. ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.